ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ക്രോൾ ചെയ്ത സമയത്താണ് കണ്ടൊരു റെസിപ്പിയാണ്. അല്ലാതെ എൻ്റെ ഇതല്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ തോന്നിയ ഒരു ഡെസേർട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പാൻ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിലൊരു ഗീ ഇടുക. ലൈക്ക് ആവശ്യത്തിന്, ലൈക്ക് ഒരു ബ്രെഡ് നാല് പീസായിട്ട് സ്ലൈസ് ചെയ്യുന്ന അത് അങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കുക. സോ അത് ഞാൻ എന്ത് ചെയ്തു, പാനിലേക്ക് ഇട്ടു. അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെക്കുക. അതിൽ ഏലക്ക പൗഡർ ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷുഗർ ഇടുക, ബിക്കോസ് ഡെസേർട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പാല് ഒരു കപ്പിലെടുത്ത് വെക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര ആക്രാന്തം കൂടുതലായിട്ടാണ് തോന്നുന്നു. ഞാൻ തിളപ്പിച്ച പാൽ തന്നെയാണ് എടുത്തത്. പക്ഷേ വീഡിയോയിൽ അങ്ങനെയല്ല. വീഡിയോയിൽ പുതിയ പാൽ തന്നെയാണ് എടുത്ത് വെച്ചത്. അതിലേക്ക് നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇടുക. കുറച്ചേറെ കസ്റ്റാർഡ് പൗഡർ ഇടുക. അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലിലേക്ക് അത് ഒഴിക്കുക. ഡെക്കറേഷന് വേണ്ടി കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാഷ്യൂ ഇടാം. ഞാൻ ഇവിടെ ആൽമണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ആസ് യു വിഷ്. ആൻഡ് അതിനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പരിവാകുമ്പം, ലൈക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം അത് റെഡി ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതുപോലൊരു പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തിളപ്പിച്ച വെച്ച പാലില്ലേ, കസ്റ്റാർഡും ആൽമണ്ട്സും ഒക്കെ ഇട്ട് അതെന്ത് ചെയ്യണം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മറിഞ്ഞു വീഴുമോ എന്നൊരു പേടിയുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ട് പേടിയുള്ളതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡെക്കറേഷൻ പരിപാടിയിലേക്കാണ് പോകുന്നത്. അതിൽ കുറച്ചും കൂടെ ആൽമണ്ട്സ് ഇടാം, വേണമെങ്കിൽ ക്യാഷ്യൂം കൂടെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എനിക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള ത്വര കാരണം ഞാൻ എന്ത് ചെയ്തു, ഫ്രീസറിലെടുത്ത് വെച്ചു. പക്ഷേ ഗൈസ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയില്ല, സെറ്റാണ്. മസ്റ്റ് ട്രൈ ആണ് ഗൈസ്.